നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അഗ്നി തത്വമാണ്. അഗ്നി കൊണ്ടാണ് വാക്കുണ്ടാകുന്നത്. അതേസമയം ഇത് ശിഷ്ടരൂപമാണ് ശുക്രം. ഇത് ശുക്രമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തേജസ്സും ഓജസ്സും കളറും ക്രയശേഷിയും ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നതിന് ആധാരമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ അഗ്നിയെക്കുറിച്ച് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ശരീരത്തിൽ എവിടെയാണ് അഗ്നിതത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. അഗ്നി എന്നാൽ വെറും തീയല്ല, ദഹനവും രൂപാന്തരവും നടത്തുന്ന ശക്തിക്കാണ് ശരിക്കും അഗ്നി എന്ന് പറയുന്നത്. അതായത് ദഹനം നടത്തുന്നതും രൂപാന്തരം ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും ആധാരമായിട്ടുള്ള ഒരു ശക്തിക്കാണ് നമ്മൾ പറയുന്നത് അഗ്നി എന്ന്. അതിൽ 13 തരം അഗ്നിയുണ്ട്. പ്രധാനമായിട്ടും ജഠരാഗ്നി, വയറ്റിലെ ദഹനശക്തി, ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ജഠരാഗ്നി എന്ന് പറയുന്നത്. ജഠർ എന്ന് പറഞ്ഞ വയറിലെ അഗ്നിയാണ് പ്രധാനമായിട്ടും വയറ്റിലെ ഭക്ഷണത്തെ മുഴുവൻ ദഹിപ്പിക്കുന്നത്. 7 ധാതുക്കളിലും അടങ്ങിയിരിക്കുന്ന അഗ്നിയാണ് ദ്വാത്വാഗ്നി. 7 ധാതുക്കളെയും പരിപോഷിപ്പിക്കുന്ന അഗ്നിയെ ദ്വാത്വാഗ്നി എന്ന് പറയുന്നു. ദ്വാത്വാഗ്നി. ഈ ദ്വാത്വാഗ്നിയിൽ പെടുന്ന 7 ധാതുക്കളാണ് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. അപ്പോൾ 7 ധാതുക്കളെയും അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ആദ്യം തന്നെ രസമാക്കി മാറ്റുന്ന അഗ്നി, ആ രസത്തെ വീണ്ടും രക്തമാക്കി മാറ്റുന്ന അഗ്നി, ആ രക്തത്തെ വീണ്ടും മാംസമാക്കി മാറ്റുന്ന അഗ്നി, മാംസത്തെ വീണ്ടും മേധസ്സാക്കുന്നു, മേധസ്സിനെ വീണ്ടും അസ്ഥിയാക്കി മാറ്റുന്ന അഗ്നി, അഗ്നിയെ വീണ്ടും മജ്ജയാക്കുന്ന അഗ്നി, മജ്ജ വീണ്ടും ഉരുകി ശുക്രമായിട്ട് മാറുന്നു. ഈ 7 പ്രോസസ്സിനും കൂടി കൊടുക്കുന്ന അഗ്നിയാണ് ദ്വാത്വാഗ്നി എന്ന് പറയുന്നത്. അതായത് രസത്തിൻ്റെ നമ്മൾ കഴിക്കുന്ന 7 രസങ്ങളെക്കുറിച്ച്, ഈ രസം നമ്മളുടെ 7 ദ്വാത്വാഗ്നി പ്രയോഗത്തിനെ കുറിച്ച് ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സാരമാണ് രസമായിട്ട് മാറുന്നത് ആദ്യത്തെ പ്രോസസ്സിന് ശേഷം. അപ്പോൾ ദഹനത്തിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ പോഷകദ്രവമാണ് രസം. രസത്തിൻ്റെ ധർമ്മം ശരീരം മുഴുവൻ പോഷിപ്പിക്കുക എന്നുള്ളതാണ്. തൃപ്തി തരുന്നു. ആഹാരം ദഹിച്ചാൽ ആദ്യം രസമാകുന്നു. രസം ആണ് രക്തമായിട്ട് മാറുന്നത്. രക്തം പ്രധാനമായിട്ടും ചുവന്ന രക്തമാണ്. അതിൻ്റെ ധർമ്മം ജീവനം, അതായത് പ്രാണനെ നിലനിർത്തുക എന്നുള്ളതാണ്. ശരീരത്തിന് നിറവും ചൈതന്യവും നൽകുന്നത് രക്തമാണ്. രസം പാകമായി രക്തമായിട്ടാണ് മാറുന്നത്. രക്തം മാംസമായിട്ട് മാറുന്നു. മാംസമാണ് പേശികളും മസിലുകളും ഉണ്ടാക്കുന്നത്. പേശികളും മസിലുകളും ഉണ്ടാക്കുന്നതിന് ഇതേ രക്തം തന്നെ മാംസമായിട്ട് മാറി പേശികളും മസിലുകളായിട്ട് മാറുന്നു. അതിൻ്റെ ധർമ്മം ലേപനം. ലേപനം എന്ന് പറഞ്ഞ് നമ്മളെ ശരീരത്തിൽ ഒരു വഴുവഴുപ്പ് പോലെ എല്ലുകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലുകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനും ശരീരത്തിന് ആകൃതി, ബലം, രക്തം മാംസമായിട്ട് മാറി ചെയ്യുന്നു. അതായത് ആകൃതി, ബലം, രക്തം പാകമായിട്ട് മാംസമായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നു. മേധസ്, മാംസം മേധസ്സാണ്. മേധസ്സാണ് കൊഴുപ്പ്, ഫാറ്റ്. ഇതിൻ്റെ ധർമ്മം സ്നേഹനം, എല്ലാ അവയവങ്ങളെയും മിനുസപ്പെടുത്തുക എന്നുള്ള ധർമ്മമാണ് കൊഴുപ്പ് ചെയ്യുന്നത്. എല്ലാ അവയവങ്ങളെയും പരസ്പരം മിനുസപ്പെടുത്തുക, ഒരു മർദ്ദമുള്ളതാക്കി മാറ്റുന്നതിനാണ് ഈ മേധസ് ഉപയോഗിക്കുന്നത്. അത് ലൂബ്രിക്കേറ്റ് ചെയ്ത് നിലനിർത്തുക. ഈ മാംസം പാകമായിട്ടാണ് മേധസ് ഉണ്ടാകുന്നത്. മേധസ് പാകമായിട്ട് അത് അസ്ഥിയായിട്ട് മാറുന്നു. അസ്ഥിയാണ് എല്ല്. ഇതിൻ്റെ ധർമ്മം ധാരണം, ശരീരത്തെ താങ്ങി നിർത്തുന്നു, കൂട്ടുപിടിക്കുന്നു. മേധസ് പാകമായി അസ്ഥി ആയിട്ട് മാറുന്നു. മേധസ്സാണ് പാകമായിട്ട് അസ്ഥിയായിട്ട് മാറുന്നത്. അസ്ഥി പാകമാകുമ്പോൾ അത് മജ്ജയായിട്ട് മാറുന്നു. അസ്ഥിയാണ് പിന്നീട് കുറച്ചും കൂടി മജ്ജയായിട്ട് ബോൺ മാരോ, മജ്ജ, ബോൺ മാരോ. ധർമ്മം എല്ലിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്ഥിക്ക് ബലം നൽകുക എന്നുള്ളതാണ് മജ്ജയുടെ ധർമ്മം. അതായത് എല്ലിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അസ്ഥിക്ക് ബലം കൊടുക്കുന്നതാണ് മജ്ജ. മജ്ജ വീണ്ടും വിഘടിച്ചിട്ടാണ് ശുക്രം അഥവാ ആർത്തവം.
സ്ത്രീയിൽ ആർത്തവും ഏറ്റവും ശുദ്ധമായ ധാതു തന്നെയാണ്. അതിൻ്റെ ധർമ്മം ഗർഭോൽപാദനം, സന്താനോൽപാദന ശക്തി, ഓജസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓജസ് എല്ലാം അഗ്നിയുടെ ധർമ്മപരമായിട്ട് 7 ദ്വാത്വാഗ്നിയിലൂടെ കടന്നു പോകുന്ന ശരീരം അവസാനം അത് ശുക്രത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ അഗ്നിയുടെ പ്രോസസ്സിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ശിഷ്ടമാണ് ശുക്രം. അത് അഗ്നിരസമായിട്ട് മാറുന്നത് ഓരോ കഴിക്കുന്ന ആഹാരത്തിലും നിലനിൽക്കുന്ന ധാതുക്കളെയും ലവണങ്ങളെയും മിനറൽസിനെയും വൈറ്റമിനുകളെയും കൂട്ടുപിടിച്ചിട്ടാണ് അഗ്നി വിശേഷം ശുക്രമാക്കി മാറ്റുന്നത്. അതിൻ്റെ സ്ഥൂലാംശമാണ് ശുക്രം, സൂക്ഷ്മാംശമാണ് വാക്കായിട്ടും മാറുന്നത്. ഇതൊരു പരിണാമ ശൃംഖലയാണ്. ഓക്കെ, ആഹാരം രസമായിട്ട് മാറുന്നു, രസം മാംസമായിട്ട് മാറുന്നു, മാംസം മേധസ്സായിട്ട് മാറുന്നു, മേധസ് അസ്ഥിയായിട്ട് മാറുന്നു, അസ്ഥി മജ്ജയായിട്ട് മാറുന്നു, മജ്ജ ശുക്രമായിട്ട് മാറുന്നു. അങ്ങനെ ക്രമമായി ഇത് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നു. ആഹാരം കഴിച്ചാൽ ശുക്രധാതുവായി മാറും ഏകദേശം 30 ദിവസവും 8 മണിക്കൂറും എടുക്കും എന്ന് ചരകസംഹിതയിൽ ചരകൻ പറഞ്ഞിരിക്കുന്നു. ഓജസ്, ശുക്രത്തിലെ സാരമാണ് ഓജസ്. ഇതാണ് നമ്മളുടെ രോഗപ്രതിരോധ ശക്തി. അത് ശുക്രത്തിൻ്റെ സാരാംശമാണ്, അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഓജസ്. ഇതാണ് നമ്മളുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഉറവിടമായ സ്ഥലം. അതാണ് നമുക്ക് തേജസ് ഉണ്ടാക്കുന്നതും, ശുക്രമാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതും തേജസ് ഉണ്ടാക്കുന്നതും ആയുസ് ഉണ്ടാക്കുന്നതും. ഇതേ ശുക്രനാശം ഓജസ് നഷ്ടപ്പെടുത്തുവാനും ഓജോനാശം ജീവനാശത്തിനു കാരണമാകുന്നു. അതായത് ഓജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ജീവന് തന്നെ അത് നാശത്തിനും കാരണമാകുന്നു. ഉപധാതുക്കളുണ്ട്. ധാതുക്കൾ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ആളാണ് ഉപധാതുക്കൾ. ഉദാഹരണം, രസം സ്തന്യമായിട്ട് മാറുന്നു, മാവിടമായിട്ട് മാറുന്നു, ആർത്തവമായിട്ട് മാറുന്നു. രക്തം കണ്ഠര സിര ആയിട്ട് മാറുന്നു. മാംസം വസ, ത്വക്ക് ഷഡ് ഇവയായിട്ട് മാറുന്നു. മേധസ് സ്നായു, അസ്ഥി ദന്തം. മേധസ്സാണ് സ്നായുവായിട്ട് മാറുന്നത്, അസ്ഥി ദന്തമായിട്ട് മാറുന്നു, മജ്ജ കേശം ആയിട്ട് മാറുന്നു, ശുക്രം ഓജസ്സായിട്ട് മാറുന്നു. ഇവയാണ് സപ്തധാതുക്കളും ഉപധാതുക്കളും. അപ്പോൾ ജഠരാഗ്നി 7 ദ്വാത്വാഗ്നി, അപ്പോൾ 7 8. ഇനി 5 ഭൂതാഗ്നിയും കൂടിയുണ്ട്. ഭൂതാഗ്നി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ദഹിപ്പിക്കുന്ന 5 അഗ്നികളുണ്ട്. ആയുർവേദത്തിൽ ദഹനം 3 ഘട്ടമാണ്. ജഠരാഗ്നി ഭൂതാഗ്നിയായിട്ട് മാറുന്നു, ഭൂതാഗ്നി ദ്വാത്വാഗ്നി ആയിട്ട് മാറുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം പഞ്ചഭൂത നിർമ്മിതമാണ്. പൃഥ്വി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 ഭൂതങ്ങളെ ദഹിപ്പിക്കാൻ കരളിലിരിക്കുന്ന 5 അഗ്നികളാണ് ഭൂതാഗ്നികൾ. അതായത് ഭൂതാഗ്നികൾ പൂർണ്ണമായിട്ടും കരളിലാണ് ഇരിക്കുന്നത്. ഈ ഭൂതാഗ്നി ഭൂമിയിലിരിക്കും പാർത്ഥിവാഗ്നി എന്ന് പറഞ്ഞു. പൃഥ്വിഭൂതം സാരമായ ഗുരുവായ ഭാവം, അതായത് അനക്കമില്ലാത്ത കട്ടിയായിട്ടുള്ള ഭാഗത്തെയാണ് പൃഥ്വിഭൂതം അഥവാ പാർത്ഥിവാഗ്നി എന്ന് പറയുന്നത്. ഉദാഹരണം, ചോറ്, ഗോതമ്പ്, കിഴങ്ങ് ഇവയുടെ ഭൂമി തത്വം. ആപ്യാഗ്നി ജലഭൂതം, അതായത് ദ്രവം, സ്നിഗ്ധം. ഉദാഹരണം, പാല്, നെയ്യ്, എണ്ണ, ജലാംശം ഇവ അടങ്ങിയിരിക്കുന്ന അഗ്നിയാണ് ആപ്യാഗ്നി അഥവാ ജലഭൂതത്തിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി എന്ന് പറയുന്നത്. തൈജസാഗ്നി അഗ്നിഭൂതം, അതായത് ചൂട്, പിത്തം, നിറം. ഉദാഹരണം, എരിവ്, പുളി, എണ്ണയിൽ വറുത്തത്, ആഹാരത്തിൻ്റെ തേജസ് ഇവയെല്ലാം അഗ്നി തത്വത്തിൽ അടങ്ങിയിരിക്കുന്ന തൈജസാഗ്നിയാണ്. 4 വായവ്യാഗ്നി വായുഭൂതം, ലഘു, രൂക്ഷം, ചലനം. അതായത് ലഘുവായിട്ടിരിക്കും, രൂക്ഷമായിട്ടും ചലനമായിട്ടിരിക്കുന്ന വായുവാഗ്നി വായുഭൂത തന്മാത്രയിൽ ഇരിക്കുന്ന അഗ്നിയാണ്. ഉദാഹരണം, പയറ്, കടല, ക്യാബേജ്. ഇതിലെ വായു അംശം വായവ്യാഗ്നിയെ സൂചിപ്പിക്കുന്നു. 5 നാഭാഗ്നി. നാഭാഗ്നി ആകാശഭൂത തത്വത്തിൽ ഇരിക്കുന്നതാണ്. ഇതിനെ സുഷിരം, ലഘുത്വം,
തുടങ്ങിയവയാണ് ഇതിൻ്റെ അഗ്നി സൂചിപ്പിക്കുന്നത്. സുഷിരമുള്ളതും ലഘുത്വമുള്ളതും ഭാരമില്ലാത്തതും. ഉദാഹരണം വിരേചന ഔഷധങ്ങൾ, ആഹാരത്തിലെ സൂക്ഷ്മ സുഷിരങ്ങൾ ഇവ എങ്ങനെ പ്രവർത്തിക്കും? ഉദാഹരണം ഒരു ഉരുള ചോറ് തിന്നു എന്ന് വിചാരിക്കുക. ജഠരാഗ്നി ആമാശയത്തിൽ വെച്ച് ചോറിനെ മൊത്തത്തിൽ വേവിക്കും, കുഴമ്പ് പരുവമാക്കും. ഭൂതാഗ്നി ആ കുഴമ്പ് ചെറുകടലിലെത്തുമ്പോൾ കരളിൽ നിന്ന് 5 ഭൂതാഗ്നി വരും. പാർത്ഥിവാഗ്നി ചോറിലെ പൃഥ്വിഅംശം എടുത്ത് ശരീരത്തിലെ പൃഥ്വിഭാഗമായ എല്ല്, മാംസം, മുടി ആക്കി മാറ്റും. ആപ്യാഗ്നി ജലം അംശം എടുത്ത് രക്തം, ലസിക ആക്കും, ദ്രവരൂപത്തിലുള്ള ഇതാക്കി മാറ്റും. തൈജസാഗ്നി തേജസ് എടുത്ത് പിത്തം, കാഴ്ച, തേജസ് എന്നിവയാക്കി മാറ്റും. വായവ്യാഗ്നി വായു എടുത്ത് പ്രാണൻ, ഉദാനൻ ആക്കും. നാഭസാഗ്നി എടുത്ത് ആകാശം എടുത്ത് സുഷിരങ്ങൾ, ശബ്ദം എന്നിവ ആക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ദ്വാത്വാഗ്നി ഇങ്ങനെ വേർതിരിച്ച ഭൂതങ്ങളെ 7 ദ്വാത്വാഗ്നികൾ ചേർന്ന് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം വരെ ആക്കുന്നു. ഭൂതാഗ്നി കേടായാൽ എന്ത് സംഭവിക്കും? ഭൂതാഗ്നി കോപിച്ചാൽ, പ്രാർത്ഥിവാഗ്നി കുറഞ്ഞാൽ എല്ല് ദുർബലമാകും, തടി കുറയും, മുടി കൊഴിയും. അപ്പോൾ ഭൂതാഗ്നികൾ ബലമുള്ളതല്ലെങ്കിൽ നമുക്ക് എല്ലുകൾക്കെല്ലാം ദുർബലമാകും, തടി കുറയും, മുടികളൊക്കെ കൊഴിയും തുടങ്ങിയ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കും. ആപ്യാഗ്നി കുറഞ്ഞാലോ? ജലതത്വം കുറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ച, ചർമ്മം ചുരുങ്ങുക, മൂത്രം കുറയുക തുടങ്ങിയവ അനുഭവപ്പെടും. തൈജസാഗ്നി അഗ്നി കുറഞ്ഞു കഴിഞ്ഞാൽ ദഹനക്കുറവുണ്ടാവും, തേജസ് കുറയും, കാഴ്ച കുറയും തുടങ്ങിയവ ഉണ്ടാകും. വായവാഗ്നി കുറഞ്ഞാൽ ഗ്യാസ്, വയറുവേദന, ശ്വാസം മുട്ട് തുടങ്ങിയവ അനുഭവപ്പെടും. വായു അഗ്നി കുറഞ്ഞാൽ. നാഭസാഗ്നി കുറഞ്ഞാൽ, അതായത് ആകാശ അഗ്നി കുറഞ്ഞാൽ ചെവിയടപ്പ്, ശൂന്യതാബോധം തുടങ്ങിയവ ഉണ്ടാകും. അഗ്നി ജഠരാഗ്നി സ്ഥാനം ആമാശയം, മൊത്തം ആഹാരം വേവിക്കുക. അഗ്നി ജഠരാഗ്നിയുടെ സ്ഥാനം ആമാശയവുമാണ്, മൊത്തം ആഹാരത്തെ വേവിക്കുന്ന സ്ഥലമാണ് ജഠരാഗ്നി. ഭൂതാഗ്നി പ്രധാനമായിട്ടും പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങൾ വാസസ്ഥലം കരളിലാണ്. പഞ്ചഭൂതങ്ങളെ വേർതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. ദ്വാത്വാഗ്നി സപ്തധാതുക്കളിലാണ്. രസം മുതൽ ശുക്രം വരെ പാചകം ചെയ്യുന്ന സപ്തധാതുക്കളിലാണ് ദ്വാത്വാഗ്നിയുടെ സ്ഥാനം. സപ്തധാതുക്കൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ് ദ്വാത്വാഗ്നി. അതായത് രസം, രക്തം, മാംസം, അങ്ങനെ പോകുന്ന 7 അഗ്നികൾ. ആകെ 13 അഗ്നിയാണുള്ളത്. ജഠരാഗ്നി 1, ഭൂതാഗ്നി 5, ദ്വാത്വാഗ്നി 7. അതുപോലെ തന്നെ ദൃഷ്ടി, ശരീരത്തിൽ പുറപ്പെടും ദൃഷ്ടി, കാഴ്ചശക്തി, ശരീരോഷ്മാവ്, ശരീരത്തിൻ്റെ ചൂട്, മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ് ശരീരത്തിലെ കാഴ്ചശക്തി, ദൃഷ്ടി, ശരീരോഷ്മാവ്, ശരീരത്തിൻ്റെ ചൂട്, മെറ്റബോളിസം, ശരീര മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് പോലും അഗ്നി കൊണ്ടാണ്. ത്വക്കിലെ തിളക്കം, ചർമ്മകാന്തി, ബുദ്ധി, ഗ്രഹിക്കാനും വേർതിരിച്ചറിയാനുമുള്ള മൂർച്ച, ചുരുക്കത്തിൽ ശരീരത്തിൽ ചൂടും വെളിച്ചവും പരിവർത്തനവും ഉള്ളിടത്തെല്ലാം അഗ്നിയുണ്ട്. ത്വക്കിലെ തിളക്കം, ചർമ്മകാന്തി, ബുദ്ധി, ഗ്രഹിക്കാനും വേർതിരിച്ചറിയുവാനുമുള്ള മൂർച്ച, ചുരുക്കത്തിൽ ശരീരത്തിൽ ചൂടും വെളിച്ചവും പരിവർത്തനവും ഉള്ളിടത്തെല്ലാം അഗ്നിയുണ്ട്. നന്ദി, നമസ്കാരം.